മാജിക്കിൽ ഞങ്ങൾ ഭയങ്കര രസമുള്ള ഒരു ഗെയിമിലേക്കാണ് ഇനി പോവാൻ പോണേ കേട്ടോ. പോവാം. എനിക്കും ഗെയിം കളിക്കാൻ ഇത് കഴിഞ്ഞിട്ട് ഒളിച്ചുകളി കളിക്കാം. ഓക്കെ, ഇത് സാറ്റ് പറയണം ഞാൻ വിളിക്കുമ്പോ. ഓക്കെ, അപ്പൊ ഇപ്പൊ പക്ഷെ നമ്മൾ കളിക്കാൻ പോണ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഗെയിം എന്താന്ന് ഞാൻ പറഞ്ഞിട്ട് ഗെയിമിന്റെ പേര് പറയാം. സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്. രണ്ട് ടീമും ലൈക്ക് ഓപ്പോസിറ്റ് കളിക്കുകയാണ്. ഒരു ടീമിന് നമ്മളിതാ ഇങ്ങനെ രണ്ട് ലൈക്ക് ബാസ്ക്കറ്റ് പോലെ തരും. സപ്പോസ് നിങ്ങൾക്ക് ഇപ്പൊ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലൂ ആയിരിക്കും. നമ്മൾ എന്താ ചെയ്യേണ്ടത്, കാൽ ഇതിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ തത്തുകപ്പി പോയിട്ട് ആൻഡ് അവിടെ കണ്ടോ ഒരു ലൈൻ ഇട്ടിട്ടുള്ള ആ ലൈനിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഗോളായിട്ട് ഓരോ ബോക്സ് നിങ്ങൾ പ്ലേസ് ചെയ്യണം തട്ടിയിട്ട്. അങ്ങനെ ഒരാൾ രണ്ടെണ്ണം പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യുക, സ്വിച്ച് ചെയ്യുക അടുത്ത ആളിലേക്ക്. അങ്ങനെ ഏറ്റവും ആദ്യം ഈ കംപ്ലീറ്റ് ബോക്സ് അവിടെ പ്ലേസ് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കുക. അതായത് കാലില് ഈ ബോക്സ് നിങ്ങൾ ഷൂസ് ആയിട്ട് ഇടും. അതാണ് ഒരു ഫൈനൽ നിങ്ങളുടെ ഒരു മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ ടീം സ്വിച്ച് ചെയ്യണെന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു ചെവിയിൽ കൊടുത്തിട്ട് സ്വിച്ച് ഇടൂലേ? അത് ഇവിടെ ഇങ്ങനത്തെ ഒരു ഇയർഫോൺ പോലത്തെ സാധനം വെച്ചിട്ട് ബാർ സോപ്പ് വായിൽ കടിപ്പിച്ചിട്ട് ഇങ്ങനെ സ്വിച്ച് ഇടൂല. ഈ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗെയിമിലുണ്ട്. മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഷൂസോ പൂസോ. തെറ്റിദ്ധരിക്കാം, പക്ഷെ നിങ്ങൾ ഞങ്ങള് ഷൂസ് ഇട്ട് കളിക്കും, തങ്കച്ചൻ പൂസായിട്ട് പോകും. അതിന് നോക്കാം. ഈ ഗെയിമിന്റെ പേര് ഞാൻ തന്നെ ഇട്ടതാണ്. അപ്പൊ ഷൂസോ പൂസോ എന്ന് പറഞ്ഞ ഒരു ഗെയിം കളിക്കാനായിട്ട് ഗെറ്റ് റെഡി. അദ്ദേഹം വേറെ ആരോ ഇട്ടാന്ന് ഓർത്തോട്ടെ എന്ന് ഓർത്തിരുന്നപ്പോ അല്ല ഞാൻ തന്നെ ഇട്ടതാന്നങ്ങ് പറഞ്ഞങ്ങ് അടി കിട്ടുമ്പോ ആരാണ് പൂസാണെന്ന്. ഈ ഈയിടെയായിട്ട് നിനക്ക് അഭിനയിക്കാൻ തീരെ പോരാ. ഇന്നറി പറഞ്ഞ തന്നെ സാധനം കറക്റ്റ് ഫീലിൽ പറയാൻ പറ്റില്ല. ഓക്കേ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഷൂസോ പൂസോ, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1 ഗോ. അങ്ങോട്ട് പോ, അവിടെ പോടി, അവിടെ പോ. കൊടുക്ക. ഇനി പോകാൻ പറ്റില്ല. ഈ ലൈനിന്റെ ഇപ്പുറത്തേക്ക് കിടക്കരുത്. അത് ഫൗളാ. വെരി ഗുഡ് ഡൈന. ഓക്കെ, അത് ലാസ്റ്റ് നോക്കാമേ. ഒരാൾക്ക് രണ്ടെണ്ണേ പറ്റുള്ളൂ. ഒരാൾക്ക് രണ്ടെണ്ണം. നാം രണ്ട്, നമുക്ക് രണ്ട്. അതാണ് ശരി. മെഡിക്കൽ ഓഫീസർ അങ്ങനെ പറഞ്ഞേ. കാണിക്കണം. രണ്ടെണ്ണത്തില് മൂന്നെണ്ണം ഇപ്പൊ ചെരുപ്പ് അടിച്ചു. കാലയിലെ ചെരുപ്പും കൂടെ ഊരിപ്പോയി. വെറും പൂസല്ല, കരിപ്പട്ടി. കുറച്ചുകൂടെ പോ. എന്റെ പൊന്നനു, അവിടെ ചെന്നിട്ട് അടിക്കാനുള്ള അതവിടെ കിടക്കും. എനിക്ക് പ്രായമായി. നീ കുട്ടിത്തം ഇങ്ങനെ ഒന്ന് കാണിച്ചു കൂട്ടില്ല, ആളുകൾ സഹിക്കില്ല. എന്നടാ കാണിക്കണേ. അത് പോയി. വെരി ഗുഡ്. വിനീത് ബാച്ചിന്റെ ബ്രില്യന്റ് പ്രകടനമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഐശ്വര്യക്ക് ആ ചെരുപ്പ് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. കല്യാണത്തിനാണ് അത്. പോയില്ല, അതവിടെ കിടക്കട്ടെ. ഐശ്വര്യ ചോദിച്ചാ പിന്നെ പോകാതിരിക്കോ? എല്ലാം ഫൗളാ. വെരി ഗുഡ് ടീമേ. അടുത്ത കോമഡി എന്താ ആ ലൈനിലേക്ക് കയറ്റിയെടുത്തി. എടി ഇച്ചിരി കൂടെ നീക്കി വെച്ചാൽ നിന്നെ വലിയ ഓഫീസർ നിന്റെ ലോൺ മുടക്കി കളയുമോ? ഇതെന്താ കാണിക്കണേ? എത്ര പേര് ഒരാൾ ലൈനിലേക്ക് ചേർത്തെടുക്കാൻ പറ്റുള്ളൂ. അത് തന്നെ. വെരി ഗുഡ്. അന്നാച്ചാക്ക വരെ കളിച്ചു. തങ്കച്ചാ നീ അയ്യോ തങ്കു പാവം. അയ്യോ സോറി മമ്മുക്ക പാവം. മനോജ് കെ ജയൻ ചേട്ടൻ പാവം. എന്തായാലും ഈ ഗെയിമില് ഒരു കാര്യം അഭിമാനത്തോട് ഞാൻ പറഞ്ഞോട്ടെ. അഭിമാനോ? മുക്കാൽ ഭാഗവും ഫൗളായിരുന്നു. ഈ ടീമിൽ രണ്ട് ടീമും മോശമായിരുന്നു. എനിക്കിത് ഒരു കാര്യം പറയാനുണ്ട്. എടി അനു,
ഈ 38 വയസ്സും വെച്ചിട്ട് 5 വയസ്സുള്ള പിള്ളേര് കളിക്കരുത്. നീ വലിയ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു. ചേട്ടന്റെ പ്രായം എന്തിനാ ഇവിടെ പറയണേ? ചേട്ടൻ 48 സോറി മറന്നുപോയി. ശരി, അപ്പൊ ഈ ഗെയിം എന്ത് ചെയ്യപ്പോ? സംഭവിച്ചേ ഹാഫ് ടൈം കഴിഞ്ഞപ്പോ തങ്കുന്റെ ടീമിന് കിട്ടിയിട്ടുള്ളത് വെറും 8 പോയിന്റ്സ്. അങ്ങനെയാണെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് ടു ബിനു അടിമാലി ആൻഡ് ടീം. കാരണം ഹാഫ് ടൈം കഴിയുമ്പോൾ ബിനു അടിമാലിയുടെ ടീമിന് ലഭിച്ചിട്ടുള്ളത് ജസ്റ്റ് 6 പോയിന്റ്സ്. അതിനാണ് അത്ര ബിൽഡപ്പ്. എന്തിനാ വിശ്വസിക്കാൻ പോയേ? ഈ ലീഡ് കഴിയുമ്പോ ഇപ്പൊ ജയിച്ചു നിൽക്കുന്നത് തങ്കുന്റെ ടീമാണ്. ലെറ്റ്സ് കണ്ടിന്യൂ അല്ലേ? Yes. സത്യസന്ധമായിട്ട് ഞങ്ങൾ കളിച്ചു. ഈ അനു ഒക്കെ ഇങ്ങനെ കോമഡി ചെയ്യാൻ തുടങ്ങിയാണല്ലോ. എല്ലാ ചാനലുകാർക്കും ഒരു വെല്ലുവിളി അതൊക്കെ. അവള് കുട്ടിച്ചക്ക അടിച്ചില്ലേ, കുട്ടി കാമഡി. അനു പന്തല്ലേ അടിച്ചത്.